ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശശിയുടെയും ആരതിയുടെയും സൗഹൃദത്തെ അത് മറ്റൊരു ചിത്രം നൽകി അവരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അവന്തിക പുതിയൊരു കെണി ഒരുക്കുകയായിരുന്നു. അങ്ങനെ അവന്തികയുടെ ആ പദ്ധതിയിൽ നിന്ന് വളരെ വിരുദ്ധമായി തന്നെ ആരതിയും ശശിയും രക്ഷപ്പെടുന്ന ഒരു തകർപ്പൻ എപ്പിസോഡായിരുന്നു. അങ്ങനെ ശശിയെയും ആരതിയും ആ ഹോട്ടൽ മുറിയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ഹോട്ടൽ മുറിയിൽ കഴിയാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് രാജീവിനെ കാണുവാനായിട്ട് അവന്തിക ഗോകുലിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഗോകുലിന്റെ വീട്ടിൽ വന്ന് ആ, രാജുവിനോട് സംസാരിക്കാനായിട്ട് രാജുവിന്റെ മുറിയിലേക്ക് അവന്തികയും കൂട്ടിക്കൊണ്ട് അർച്ചന എത്തുമ്പോൾ മയക്കത്തിലായിരുന്ന രാജീവിനെ അർച്ചന വിളിച്ചുണർത്തുന്നു. രാജീവ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവന്തികയാണ് രാജീവ് കാണുന്നത്. ആ നിമിഷം രാജുവിന്റെ മനസ്സിലേക്ക് എത്തിയത് ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ ജീവൻ എടുക്കാനായി വന്ന അവന്തികയുടെ ആ കൊലച്ചിരിയായിരുന്നു. ആ ചിരിയെ ഓർത്തുകൊണ്ട് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോൾ ഉടനെ സത്യങ്ങൾ അവന്തിക തുറന്നു പറയുമോ, അവന്തികയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ അർച്ചനയോട് രാജീവ് പറയുമോ എന്നൊരു ഭയം അവന്തികയുടെ മനസ്സിനെ അലട്ടുന്ന സമയത്ത് അവന്തികയെ തന്നെ നോക്കി രാജീവ് ഇവളെ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു എന്ന രീതിയിൽ രാജീവ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും ഇത് കേട്ട് തന്ന അർച്ചന ചോദിച്ചു, ഇത് ആരാണെന്നാണോ ചോദിക്കുന്നത്? ഇതെന്റെ ഫ്രണ്ടാണ് അവന്തിക. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഈ വീട്ടിൽ ഞാൻ തനിച്ചുള്ളപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാനും ഒരു എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാനും ഒക്കെ കിട്ടിയ, വളരെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് അവന്തികയെക്കുറിച്ച് അർച്ചന പരിചയപ്പെടുത്തി. അതെല്ലാം കേട്ട് സത്യം എന്ന് അറിയാവുന്ന രാജീവ് ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ അർച്ചനയുടെ മനസ്സിലുണ്ടായത് എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ആലോചിച്ച് വളരെ വേദനയോടെ രാജീവ് അങ്ങനെ അവന്തികയുടെ ആ ചിരിയും നോക്കി ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉടനെ അവന്തിക അർച്ചനയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരല്പം വെള്ളം വേണമെന്ന്. അതെടുക്കാനായിട്ട് അർച്ചന താഴേക്ക് പോയ സമയത്ത് അവന്തിക രാജീവിനോട് അറിയിച്ചു, ഞാൻ വന്നത് എന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലേ രാജീവ്? ഞാനേ നിന്റെ ജീവൻ എടുക്കാനല്ല തൽക്കാലം വന്നത്, മറിച്ച് നിന്നോടൊരു കാര്യം പറയാൻ, നിനക്കൊരു മുന്നറിയിപ്പ് നൽകാൻ. ഒരു കാരണവശാലും അർച്ചന ആരാണെന്നുള്ള രഹസ്യം അവളോടോ ശശിയെക്കുറിച്ച് അർച്ചനയോടോ ഒരിക്കലും പറയാൻ പാടില്ല. അർച്ചന ഈ വീട്ടിൽ ജീവനോടെ ഉണ്ട് എന്ന് മറ്റാരോടും അറിയിക്കാനും പാടില്ല. നീ അന്ന് അർച്ചനയെ കണ്ടുവെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ. എന്നാൽ അർച്ചന എവിടെയാണെന്ന് ഇപ്പം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കിക്കോ, നമ്മൾ തമ്മിൽ നടത്തിയ ആ ഡീലുണ്ടല്ലോ, ഒരു 40% പ്രോഫിറ്റിന്റെ, അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. അതിൽ നിന്ന് യാതൊരു രീതിയിലും ഞാൻ പിന്മാറുന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ഡീല് നമ്മൾ തമ്മിൽ നടക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നീ വ്യക്തമായി കേൾക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നീ വ്യതിചലിക്കാനും പാടില്ല. ഞാൻ നൽകിയ ഈ പ്രോഫിറ്റ് അത് നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ സത്യം ആരോടും പറയാനും പാടില്ല. ഞാൻ പറയുന്നത് നിന്റെ മനസ്സിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യണം. ഒരു കാരണവശാലും ഈ ഒരു സത്യം പുറത്തു പോകരുത്. അർച്ചനയുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് അർച്ചനയോട് പറയുകയോ ശശിയെക്കുറിച്ച് അർച്ചനയെ അറിയിക്കുകയോ അതൊന്നും ഒരിക്കലും പാടില്ല. ഗോകുലും അർച്ചനയും എത്രയും വേഗം ഒന്നിക്കുകയും ചെയ്യണം എന്ന്. അർച്ചനയുടെ ജീവിതത്തിൽ ഇനി ശശി ഉണ്ടാകാൻ പാടില്ല എന്നും ശശിയുടെ കുറിച്ചുള്ള ഓർമ്മകളോ അർച്ചനയുടെ പഴയകാല ചരിത്രമോ അർച്ചനയെ ഇനിയും തേടി വരാൻ പാടില്ലെന്നും രാജീവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവന്തിക അവിടെ നിന്ന് മടങ്ങി. ഞാൻ പറയുന്ന കാര്യം നീ നടപ്പിലാക്കിയില്ല എങ്കിൽ പിന്നെ ഈ കിടപ്പിൽ തന്നെ നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും നരകപൂർണമായ ഒരു ജീവിതമായിരിക്കും നിനക്കുണ്ടാകുന്നതെന്നും ഒരു മുന്നറിയിപ്പ് കൂടെ നൽകി ഒരു ഭീഷണിയും കൂടി നൽകി അവിടുന്ന് അവന്തിക ഇറങ്ങുമ്പോഴാണ് അവന്തികയുടെ ഫോണിലേക്ക് വീണ്ടും മൂർത്തി വിളിക്കുന്നത്. മൂർത്തിയുടെ കോള് വന്നത് ഉടനെ തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് അവന്തിക അന്വേഷിച്ചു. ചാകര കോൾ അടിച്ചിട്ടുണ്ടല്ലോ, ചാകര വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ എന്താ മൂർത്തി, വേഗം നീ കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ മൂർത്തി പറഞ്ഞു, അതെ മേഡം, വേറൊന്നുമല്ല, ആ ശശിയും അഡ്വക്കേറ്റ് ആരതി വർമ്മയും കൂടി കൊല്ലത്ത് ഒരു മുറി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ, അത് കൊള്ളാലോ. അപ്പോ നമുക്ക് ഇത് പറ്റിയൊരു അവസരം തന്നെയാ. ഇത് തന്നെ മതി രണ്ടിനെയും സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താനായിട്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ട കെണി ഒരുക്കിക്കൊള്ളാനായിട്ട് അറിയിച്ചു. അപ്പോഴേക്കും ഫ്രഷ് ആയിട്ട് വന്ന ആരതി വർമ്മ ശശിയോട് ഉറങ്ങുന്നേക്ക് കിടന്നോളാനായിട്ട് അറിയിച്ചു. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് നോക്കാനുണ്ടെന്നും എനിക്ക് കുറച്ച് നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നും ഞാൻ കുറച്ച് വൈകും കിടക്കാൻ, എന്തായാലും ശശിക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളാനായിട്ട് അറിയിച്ചു. ശശി എപ്പോഴേക്കും സാരമില്ല വക്കീല് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശശി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന റൂമിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ആരാണെന്ന് അറിയാനായിട്ട് നോക്കാൻ ആരതി എഴുന്നേക്കാൻ തുടങ്ങിയതും സച്ചി പറഞ്ഞു, വേണ്ട, ഞാൻ ഡോറ് തുറന്നോളാം, വക്കീൽ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സച്ചി തന്നെ ഡോറ് തുറന്നു. അപ്പോഴേക്കും മുന്നിലേക്ക് ലേഡി കോൺസ്റ്റബിൾമാരും സി ഐയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അവർ വേഗം അകത്തേക്ക് തടിച്ചു കയറുമ്പോൾ
തൊട്ട് പിന്നാലെ കുറെ മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് വീഡിയോയും ഷൂട്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ തൊട്ട് പിന്നാലെ. ഇത് കണ്ടതും വേഗം മാരുതി ചാടി എഴുന്നേറ്റു. "എന്താ സാർ? എന്താ പ്രശ്നം?" എന്ന് ചോദിച്ചപ്പോൾ, "നീ ആരാടാ? ഇവിടെ ഏതാടാ?" എന്നൊക്കെയായി സിയുടെ ചോദ്യം. ഉടനെ, "സാർ എന്താ കാര്യമെന്ന് പറയൂ" എന്ന് പറഞ്ഞപ്പോ, രണ്ടിനെയും കൂടെ പിടിച്ച് ജീപ്പിലേക്കിട എന്ന് പറഞ്ഞ് ആ വനിതാ എസ്ഐയെ കൊണ്ടും കോൺസ്റ്റബിൾമാരെ കൊണ്ടും ആരതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. സച്ചിയെയും ബലമായി അവർ പിടികൂടി. അറസ്റ്റ് ചെയ്ത് ഒരു കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെ ശ്രമിക്കുമ്പോൾ ഇത് കണ്ട സച്ചിയും ആരതിയും ചോദിച്ചു, "എന്താ സാർ കാര്യം? എന്താ പ്രശ്നം? ഞങ്ങൾക്കെതിരെയുള്ള പരാതി എന്താണ്?" എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വീണ്ടും അവരെ രണ്ടുപേരെയും "നിങ്ങൾക്കുള്ള പരാതി എന്താണെന്നോ അത് അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാൻ മതി" എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ബലമായി ജീപ്പിൽ കയറ്റുമ്പോൾ അതിന്റെ വിഷ്വൽസ് മൊബൈലിൽ പകർത്തിയെടുക്കാനായിട്ട് വല്ലാത്ത തിടുക്കം കൂട്ടി കുറെ ആളുകൾ ചുറ്റും നിൽക്കുകയാണ്. അവരോട് അത് എടുക്കരുതെന്ന് ആരതി പറയുമ്പോഴും അവരത് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയതും ആരതി കാര്യം എന്താണെന്ന് സിയോട് അന്വേഷിച്ചു. അതെ, അവിടെ ഇമ്മോറൽ ട്രാഫിക് നടക്കുന്നു എന്നറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് അറിയിച്ചപ്പോൾ ഉടനെ ആരതി ചോദിച്ചു, "ഓ അത് ശരി, അപ്പോൾ അതാണ് സദാചാര പോലീസ് അല്ലേ? അതെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാറേ, സത്യത്തിൽ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും വാറന്റ് ഉണ്ടോ? ഒരു നമ്മുടെ നിയമം എന്താണ് പറയുന്നതെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നിയമവ്യവസ്ഥകളെ കുറിച്ച് ഒന്നും അറിയാതെയാണോ നിങ്ങൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മേഡത്തോടും കൂടെ ഞാൻ ഈ പറയുന്നത്. ഈ നാട്ടിൽ ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് ഒരു റൂമിൽ കഴിയുന്നതിനോ ഒന്നിച്ച് അവർ കിടക്കുന്നതിനോ ഒരുമിച്ച് ആ മുറിയിൽ ജീവിക്കുന്നതിനോ ഒന്നും ഈ നാട്ടിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു രീതിയിലും വിലക്കില്ല എന്നത് നിങ്ങൾക്കറിയില്ലേ? അതിനെതിരെ അവർക്കെതിരെ ഒരു രീതിയിലും കേസെടുക്കാനും കഴിയില്ല. അതൊക്കെ നിങ്ങൾക്കറിയില്ല എന്നതാണോ സത്യം? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അഡ്വക്കേറ്റ് ആരതി വർമ്മ, ഒരു ലീഡിംഗ് ലോയറാണ്. അതുകൊണ്ട് തന്നെ എന്റെ മേൽ അനാവശ്യമായി എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും കോടതിയിൽ കയറി മറുപടി നൽകേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയ പ്രഹസനം ഉണ്ടല്ലോ, അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ആക്ഷൻ ഞാൻ എടുക്കുക തന്നെ ചെയ്യും. ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങാനേ ഇനി നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, കൂട്ടത്തിൽ നിങ്ങളുടെ ഈ തൊപ്പി കൂടി അങ്ങ് ഇല്ലാതാക്കും. കാരണം എന്താണെന്നറിയാവോ? ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രഹസനം കാഴ്ചവെക്കാൻ ഒരുങ്ങിയപ്പോൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ അവിടെ നടത്തിയപ്പോൾ കൂട്ടത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. യൂട്യൂബ് ന്യൂസ് ചാനൽമാരെന്നൊക്കെ പറയുന്നത് പോലെ കുറെ ആളുകൾ വന്നിരുന്നല്ലോ. അവരെടുത്ത ആ വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് നാളെ പുറം ലോകത്ത് വന്നാൽ പിന്നെ നിങ്ങളുടെ തലയിൽ ഈ തൊപ്പി കാണില്ല. അത് നിങ്ങൾ മറക്കണ്ട. ജീവിതകാലം മുഴുവൻ പിന്നെ നിങ്ങൾ കോടതി ഇറങ്ങേണ്ടി വരികയും ചെയ്യും. ഈ അഡ്വക്കേറ്റ് ആരതി വർമ്മയെ പറയുന്നത്. ഇതിനുള്ള മറുപടിയും നിങ്ങൾ ഈ ചെയ്തതിന്റെ പിന്നിൽ യഥാർത്ഥ വ്യക്തികൾ ആരാണെന്നതിനും ഞാൻ നിങ്ങളെ കൊണ്ട് കോടതിയിൽ വെച്ച് മറുപടി പറയിപ്പിച്ചോളാം എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവര് പറഞ്ഞു, "അതെ, നിങ്ങൾക്കെതിരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഒന്നുമില്ല. പിന്നെ എന്താണ് സാർ ഞങ്ങൾക്കെതിരെയുള്ള പരാതി? ആരാണ് സാർ നിങ്ങളോട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ, അതെ, ACP സാറ് പറഞ്ഞിട്ടാ ഞങ്ങളിത് ചെയ്തത്. അല്ലാതെ ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിക്കുക എന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കാരോടും വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല" എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ദേഷ്യത്തോടെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ആ കലിയോട് ആരതി പറഞ്ഞു, "അതെ, ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷ താമസിയാതെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഇനിയും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാറണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വാറണ്ടുമായിട്ട് ഞങ്ങളുടെ പിന്നാലെ വാ. തൽക്കാലം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോവുക." അഡ്വക്കേറ്റ് ആരതി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ACP വരുമ്പോൾ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആരതി സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ മൂർത്തിയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് സന്ദീപ്. സന്ദീപിനോട് മൂർത്തിയെ കാര്യം പറയാൻ ശ്രമിച്ചിട്ടും കയ്യേറ്റം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സന്ദീപിന്റെ അടുത്തേക്ക് അവൻ എത്തി. "സന്ദീപേ, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനും ഇവിടെ കിടത്തിയതും ഞാനാണ്" എന്ന് പറഞ്ഞപ്പോൾ, "എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്?" അപ്പോഴാണ് സന്ദീപിനോട് അവന്തിക പറഞ്ഞത്, "എടാ, നീ വഴിയിൽ കിടക്കുന്ന കണ്ടപ്പോ മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടക്കട്ടെ എന്ന് കരുതാൻ എനിക്ക് തോന്നിയില്ല. ഞാനിപ്പോഴും നിന്റെ ആ പഴയ ഏടത്തിയമ്മ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ട് മാത്രം, നിന്നോടുള്ള ആ കരുതലും സ്നേഹവും മനസ്സിലുള്ളത് കൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഈ മൂർത്തിയോട് പറഞ്ഞതെന്ന് അറിയിച്ചു. എല്ലാം കേട്ടതും ഉടനെ ദേഷ്യത്തോടെ സന്ദീപ് പറഞ്ഞു, "വേണ്ട, നിങ്ങളുടെ സ്നേഹവും ഇത്തരത്തിലുള്ള കരുണയൊന്നും എൻ്റെ നേരെ വേണ്ട. നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുവളാണ്. ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തെ തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും എനിക്ക് വേണ്ട" എന്ന് പറഞ്ഞ് സന്ദീപ് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു, "മോനെ സന്ദീപേ, നീ പറഞ്ഞ ശരി തന്നെയാ. നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഞാൻ തട്ടിയെടുത്തു. പക്ഷെ ഞാൻ ചെയ്തത് എൻ്റെ അച്ഛനോട് നിങ്ങളുടെ അച്ഛൻ സേതുമാധവൻ ചെയ്തതിനുള്ള പ്രതികാരമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അയാൾ തട്ടിയെടുത്തപ്പോൾ
അതേ പ്രതികാരം തന്നെ ഞാൻ അയാൾക്കെതിരെ തിരിച്ചടിച്ചു. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതും സന്ദീപ് പറഞ്ഞു, ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യാനും ആവില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ അത് കേട്ട് നിന്ന അവന്തിക ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? എൻ്റെ അച്ഛൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും എൻ്റെ അച്ഛനെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചതും അയാളാണ്. അക്കാരണത്താലാണ് ഞാൻ ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്തത്. എങ്കിലും നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. സത്യത്തിൽ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ സച്ചിയാണ്. സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് ജീവിതവും മറന്ന് അങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ കുടുംബം ഈ അവസ്ഥയിലായത്? സത്യത്തിൽ അവന്റെ പ്രവൃത്തി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സന്ദീപ് ചോദിച്ചു, ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ ആ റെസ്റ്റോറൻറ്റ് പോലും ആ പഴങ്കഞ്ഞിക്കട പോലും നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അത് എല്ലാവരോടുള്ള വൈരാഗ്യം ഞാൻ തീർത്തതാണ്. പക്ഷേ അന്ന് ആ അവസ്ഥയുണ്ടാകാനുള്ള കാരണവും അവൻ തന്നെയല്ലേ? അവൻ മൂലമല്ലേ എല്ലാം നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും അവൻ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെപ്പോലും മറന്ന് ആ അഡ്വക്കേറ്റിന്റെ പിന്നാലെ അവൻ നടക്കുകയല്ലേ? ഇത് തന്നെയാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്നും അവൻ സ്നേഹിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നത് അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രമാണ് അവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നേടിത്തരാനായിട്ടൊന്നും അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇപ്പോഴും ഇല്ല എന്നൊക്കെ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവന്തിക്ക് പറയുമ്പോൾ എല്ലാം കേട്ട് നിന്ന സന്ധ്യ പറഞ്ഞു, വേണ്ട, കൂടുതലൊന്നും നിങ്ങളിനി പറയണ്ട. എനിക്ക് നിങ്ങളുടെ വാക്കുകളും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുകയാണ് സന്ദീപ്. അപ്പോഴേക്കും അവന്തിക്ക് പിന്നാലെ എത്തി സന്ദീപ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചപ്പോൾ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. നിനക്ക് ബിസിനസ് തുടങ്ങുന്നെങ്കിൽ അതിനും, അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കളിൽ ഒരു ഷെയർ ഞാൻ നിനക്ക് നൽകാം. നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഇങ്ങനെ കടക്കാരുടെ മുന്നിൽ ചെന്ന് തല കുനിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. നീ ഈ അവസ്ഥയിൽ പുറത്തേക്ക് പോയാൽ നീ എങ്ങോട്ടാണ്? നേരെ വീട്ടിൽ ചെന്ന് കയറാനാണോ? അല്ലല്ലോ, പിണങ്ങി നടക്കുകയല്ലേ നീ ഇപ്പോഴും. വീട്ടിൽ സ്വന്തം ഭാര്യയുടെ വിവാഹ മോതിരം വരെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റവനെന്ന ചീത്തപ്പേരിലല്ലേ നീ ഇപ്പൊ ജീവിക്കുന്നത്? ഇനി പുറത്തിറങ്ങിയാലോ കടക്കാരുടെ കളി കൊണ്ട് കടക്കാർ നിന്നെ വന്ന് പൊതിയും. പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറെന്താ നിനക്ക് മാർഗമുള്ളത്? അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, നീ എൻ്റെ കൂടെ നിൽക്ക്. നിനക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാം. നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി ഞാൻ നിനക്ക് തരാം. സന്ദീപേ, നീ ഒന്ന് ആലോചിക്കേ. നിന്റെ കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം അവളെ വളർത്തണ്ടേ? അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടേ? നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നിനക്ക് നല്ല നിലയിൽ വളർത്തണേ, അവരെ ജീവിക്കണ്ടേ അവർക്കൊപ്പം നിനക്ക്? അതിനുവേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ പറയുന്നൊന്ന് കേട്ടാൽ മതി. നീ ഇനിയും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ അവന്തിക വീണ്ടും കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സന്ദീപിന്റെ മനസ്സിനെ തന്നിലേക്ക് അടുപ്പിച്ച് വെക്കാനായിട്ടുള്ള ശ്രമം അവന്തിക തുടർന്നും നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സച്ചിയും ആരതിയും കൂടി കോടതിയിൽ നിന്ന് തിരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി പോരാനൊരുങ്ങിയത്. ആ സമയത്ത് തിരിച്ചു വരുന്നതിനിടയിൽ ആരതിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി വീണ്ടും തൻ്റെ ജോലിയുമായി പോകുമ്പോഴാണ് അർച്ചന പച്ചക്കറി വാങ്ങിക്കാനായി മാർക്കറ്റിലേക്ക് എത്തിയത്. അവിടെ മാർക്കറ്റിൽ വെച്ച് സാധനങ്ങൾ മേടിക്കുന്നതിനിടയിൽ അർച്ചനയുടെ കഴുത്തിലെ താലിമാല പൊട്ടിച്ചെടുക്കാനായി ഒരു കള്ളൻ ശ്രമിക്കുന്നു. അയാൾ മാലയുമായി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അയാളുടെ പിന്നാലെ അർച്ചനയും അയാളുടെ പിന്നാലെ പാഞ്ഞു. ഒടുവിൽ അവിടെ തപ്പിത്തടഞ്ഞ് വീഴുന്ന സമയത്ത് ആ മാലയുമായി പോകുന്ന അയാളെ നോക്കി കള്ളൻ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ് അർച്ചന. ആ ബഹളം അത് അവിടെ നിന്ന് സച്ചി കേൾക്കാനിടയായി. ഉടനെ അയാളെ പിന്തുടർന്ന് അയാളെ അടിച്ചു വീഴ്ത്തി അയാളുടെ കയ്യിൽ നിന്ന് ആ താലിമാല സംരക്ഷിച്ച് എടുക്കുകയാണ് സച്ചി. ആ നിമിഷം സച്ചി ആ മാല അയാളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അതുവഴി അവന്തിക എത്തിച്ചേർന്നു. അവന്തിക മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഇനിയും സച്ചിയെ അർച്ചന നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ സച്ചി തിരിച്ചറിയുമോ എന്നൊരാശങ്ക അവന്തിയുടെ മനസ്സിനെ അലട്ടി. സച്ചി ആ മാലയുമായി വരുമ്പോഴേക്കും മാല സച്ചിയുടെ കയ്യിൽ നിന്ന് അർച്ചനയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിട്ട് അവിടെ നിന്ന് മറ്റൊരാളോട് അറിയിച്ചു. അങ്ങനെ മറ്റൊരു സ്ത്രീ അവിടെ ചെന്ന് സച്ചിയുടെ കയ്യിൽ നിന്ന് മാല തൻ്റേതാണെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയും ആ മാല അങ്ങനെ അർച്ചനയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ദൂരെ നിന്ന് അർച്ചന സച്ചിയെ കണ്ടെങ്കിലും സച്ചി അർച്ചനയെ കാണാതെ പോവുകയാണ്. ഒടുവിൽ അർച്ചനയുടെ കയ്യിലേക്ക് ആ മാല തിരികെ ഏൽപ്പിച്ചപ്പോൾ ആശ്വാസത്തോടെ അർച്ചന ആ താലിമാലയെ പിടിച്ചുകൊണ്ട് അതിലെ കണ്ണിനൊന്ന് സ്പർശിച്ച് അത് നേരെ കഴുത്തിലണിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിനുശേഷം അർച്ചനയും കൂട്ടി അവിടെ നിന്ന് അവന്തിക നേരെ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവന്തിക വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും അർച്ചനയുടെ ബുദ്ധി ആ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിക്കാനായിട്ട് അവന്തിക ശ്രമിച്ചു. തൻ്റെ ജന്മ ശത്രുവായ അർച്ചനയുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന സേതുമാധവന്റെ ചിത്രമുണ്ടോ എന്നറിയാനായിട്ട് ഒരു പരീക്ഷണം. അങ്ങനെ അവന്തിക തൻ്റെ ഫോണിലുള്ള സേതുമാധവന്റെ ചിത്രമെടുത്ത് അർച്ചനയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞതും
ആ ഫോട്ടോയെ നോക്കി താൻ ആദ്യമായി കാണുന്ന കൗതുകത്തോടെ സേതുമാധവന്റെ ആ ചിത്രത്തെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് അർച്ചന. അങ്ങനെ അർച്ചന ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കുമ്പോൾ അവന്തികയുടെ മനസ്സിലേക്ക് എത്തിയത് സേതുമാധവൻ അന്ന് അവന്തികയെ ആ വീട്ടിൽ നിന്ന്, നെല്ലിശ്ശേരിയിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ, നെല്ലിശ്ശേരി വീട്ടിലോ തന്റെ മനസ്സിലോ ഈ കുടുംബത്തിലോ ഒരു സ്ഥാനവും ഇനി അവന്തികയ്ക്കില്ലെന്നും എന്നേക്കുമായി നിന്നെ എല്ലായിടത്തു നിന്നും പടിയിറക്കി വിട്ടുവെന്നും പറഞ്ഞുള്ള അന്നത്തെ സേതുമാധവന്റെ ആക്രോശം ഓർത്തുകൊണ്ട് ഇപ്പോ അയാളെ കണ്ടിട്ട് അയാളുടെ പ്രിയപ്പെട്ട മരുമകൾ അല്ലെങ്കിൽ അയാളുടെ മകൾ അയാളെ തിരിച്ചറിയുന്ന പോലും ഇല്ലല്ലോ എന്ന അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്തിക ഇരിക്കുന്നു.